എല്ലാവർക്കും നമസ്കാരം. ജെ.സി. അസോസിയേഷൻ നൽകുന്ന ഈ എക്സ്പ്ലെയിനറിലേക്ക് നേരെ കടക്കാം. വെറുതെ കുറച്ച് കാര്യങ്ങൾ സമറൈസ് ചെയ്യുന്ന ഒരു സാധാരണ ടൂളല്ല ഇന്ന് നോട്ട്ബുക്കെല്ലാം. അതൊരു അതിശക്തമായ കണ്ടന്റ് സിസ്റ്റമായി മാറിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 7 പ്രൊഡക്ടിവിറ്റി യൂസ് കേസുകളാണ്. അപ്പോൾ തുടങ്ങാവല്ലേ? നാളെ ഒരു കിഡിലൻ സ്ട്രാറ്റജി പിച്ചുണ്ട്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ വായിച്ചു തീർക്കാൻ 30 ഇൻഡസ്ട്രി റിപ്പോർട്ടുകൾ ബാക്കിയുണ്ട്. എന്താ അവസ്ഥ അല്ലേ? ഇങ്ങനെ ഡെഡ്ലൈനുകൾക്ക് മുന്നിൽ വിവരങ്ങൾ കണ്ട് കിളി പോയിരുന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ 7 വർക്ക് ഫ്ലോകൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന രീതി തന്നെ മാറ്റാൻ പോവുകയാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊരു ഗെയിം ചേഞ്ചറാണ്. നമ്മളിത് വളരെ സിമ്പിളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായാണ് നോക്കാൻ പോകുന്നത്. ആദ്യം ഡീപ്പ് റീസർച്ച്, പിന്നെ പ്രോജക്ട് സിന്തസിസ്, ആക്സിലറേറ്റഡ് ലേണിംഗ്, ടീം ട്രെയിനിംഗ് പാക്കേജുകൾ, ഒടുവിൽ ഡേറ്റയും ജെമിനി ഇൻറ്റിഗ്രേഷനും വരുന്ന ആ ഒരു ബോസ് ലെവൽ വരെ നമ്മളിന്ന് കവർ ചെയ്യും. അപ്പോൾ ലെവൽ 1 ആഴത്തിലുള്ള ഗവേഷണവും തന്ത്രവും, അഥവാ ഡീപ്പ് റിസർച്ച് ആൻഡ് സ്ട്രാറ്റജി. നമ്മൾ തികച്ചും സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുമ്പോൾ ഇത്രയും വലിയ ഡേറ്റ എങ്ങനെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുമോ? AI ഹാലുസിനേഷൻസ്, അതായത് തെറ്റായ വിവരങ്ങൾ നൽകുന്നത് നമുക്ക് പരമാവധി ഒഴിവാക്കാമെന്നതാണ്. ഫോറസ്റ്റ്, ഗാർഡ്നർ പോലെയുള്ള വിശ്വസനീയമായ 50 സോഴ്സുകൾ വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ കൊടുത്ത ആ വിവരങ്ങളിൽ നിന്നും മാത്രം AI കാര്യങ്ങൾ കണ്ടെത്തുകയും മിനിറ്റുകൾക്കുള്ളിൽ അവയെ തമ്മിൽ ലിങ്ക് ചെയ്യുകയും ചെയ്യും. സംഭവം കൊള്ളാമല്ലേ? അതായത് വെറുതെ വിവരങ്ങൾ സമറൈസ് ചെയ്യാൻ മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്. ദാ ഇതിലേക്ക് നോക്കൂ. ഈ വർഷം ഒരു മാർക്കറ്റിംഗ് ലീഡർ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ നോട്ട്ബുക്ക് LLM ചെയ്യുന്നത് നിങ്ങളുടെ സ്ട്രാറ്റജിയിലുള്ള വിടവുകൾ കണ്ടെത്തുകയും എന്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന് കൃത്യമായി കാണിച്ചു തരികയുമാണ്. ഒരു ബ്ലാങ്ക് പേജിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു തലവേദന ഇനി വേണ്ട. പകരം നിങ്ങൾക്ക് റീയൂസബിളായ ഒരു പ്ലേ ബുക്ക് നിർമ്മിക്കാം. പ്രേക്ഷകരാരാണ്, എത്ര സ്ലൈഡ് വേണം, എന്ത് സ്റ്റൈൽ വേണം എന്നൊക്കെ കൃത്യമായി നിർദ്ദേശം നൽകാം. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും കളർ തീമും അനുസരിച്ച് ഗംഭീരമായൊരു പ്രസന്റർ സ്ലൈഡ് ഡെക്ക് നിമിഷങ്ങൾക്കുള്ളിൽ തയ്യാറാക്കി തരും. ഇനി ലെവൽ 2 പ്രോജക്റ്റ് ആൻഡ് കണ്ടന്റ് സിന്തസിസ്. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് ഡേറ്റ ഉണ്ട്, പക്ഷെ അതൊക്കെ പലയിടത്തായി ചിതറിക്കിടക്കുകയാണെങ്കിലോ? അവിടെയാണ് ഈ വർക്ക് ഫ്ലോ സഹായിക്കുന്നത്. ഈയൊരു മാറ്റം നോക്കിയേ. കോൾ ട്രാൻസ്ക്രിപ്റ്റുകൾ, റഫ് നോട്ടുകൾ, സ്പ്രെഡ്ഷീറ്റുകൾ എന്നിങ്ങനെ പല ഫോർമാറ്റിലുള്ള ഫയലുകൾ അലങ്കോലമായി കിടക്കുന്നുണ്ടാവും. എന്നാൽ നോട്ട്ബുക്ക് LMന് ഒരു ഗ്രോത്ത് സ്ട്രാറ്റജിസ്റ്റ് റോൾ കൊടുത്താൽ മതി. ഈ മെസ്സിയായ ഫയലുകളെ ഒറ്റയടിക്ക് ക്ലീനായ പ്രോജക്റ്റ് ഓവർവ്യൂകളും ലോഞ്ച് റോഡ്മാപ്പുകളും SOPകളുമാക്കി ഗൂഗിൾ ഡോക്സിൽ ഇത് മാറ്റിത്തരും. ടീമിനു മുഴുവൻ ഇത് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് അസറ്റുകൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഉദാഹരണത്തിന്, നിങ്ങളുടേതായ ഒരു ക്യാരക്ടർ, അതായത് ഒരു മൂങ്ങയുടെ ചിത്രം നൽകിയിട്ട് അതൊരു ഹാൻഡ് ഡ്രോയിങ് അല്ലെങ്കിൽ വൈറ്റ് ബോർഡ് സ്റ്റൈലിൽ വേണമെന്ന് പറയാം. നമ്മൾ നേരത്തെ ജനറേറ്റ് ചെയ്ത ടെക്സ്റ്റ് വീണ്ടും കൊടുത്ത് വളരെ ആകർഷകമായ ബ്രാൻഡഡ് ഇൻഫോഗ്രാഫിക്സുകൾ മിനിറ്റുകൾക്കുള്ളിൽ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇനി ലെവൽ 3ലേക്ക് കടക്കാം. ആക്സിലറേറ്റഡ് ലേണിംഗ്, അഥവാ വേഗത്തിലുള്ള പഠനം. വർക്ക് കാര്യങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, പുതിയ വിഷയങ്ങൾ അതിവേഗം പഠിച്ചെടുക്കാൻ ഇതൊരു പവർ ഹൗസായി തന്നെ പ്രവർത്തിക്കും. ഇന്റർനെറ്റിൽ നിന്ന് പുതിയ വിവരങ്ങളുടെ URLകൾ എല്ലാം ഒറ്റയടിക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഒരു മൈൻഡ് മാപ്പ് തയ്യാറാക്കി മൊത്തത്തിലുള്ള ആശയം ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് പിടിച്ചെടുക്കാം. അവിടുന്ന് അതൊരു പോഡ്കാസ്റ്റ് സ്റ്റൈലുള്ള ഓഡിയോ ആക്കി മാറ്റാനും സാധിക്കും. അതായത് നിങ്ങളുടെ ഡെയിലി യാത്രയ്ക്കിടയിലോ അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴോ വെറുതെ ഇയർഫോൺ വെച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാം. എക്സ്ട്രാ വായനയുടെ ആവശ്യമില്ല. ഈയൊരു കാര്യത്തിൽ നിങ്ങൾ തന്നെയാണ് ഡയറക്ടർ. ആ ഓഡിയോ ഏത് ഫോർമാറ്റിൽ വേണം, ഹോസ്റ്റുകൾ എങ്ങനെ സംസാരിക്കണം, ഏത് വിഷയത്തിൽ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പോരാത്തതിന് ഇന്ററാക്റ്റീവ് മോഡിൽ പോയിട്ട് ഈ AI ഹോസ്റ്റുകളോട് നിങ്ങൾക്ക് നേരിട്ട് ചോദ്യങ്ങളും ചോദിക്കാം. തികച്ചും ഒരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. അടുത്തത് ലെവൽ 4 ടീം ട്രെയിനിംഗ് പാക്കേജുകൾ. നമ്മൾ സ്വയം പഠിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ ടീമിന് മുഴുവനും വേണ്ടി ഒരു വർക്ക്ഷോപ്പ് സ്ക്രാച്ചിൽ നിന്ന് തയ്യാറാക്കുക എന്ന് പറയുന്നത് ആഴ്ചകൾ നീളുന്ന പണിയല്ലേ? എന്നാൽ ഈ കാണുന്ന വർക്ക് ഫ്ലോ നിങ്ങളുടെ ആ തലവേദന മാറ്റും. ഉദാഹരണത്തിന്, ക്ലൗഡ് കോഡിനെക്കുറിച്ചുള്ള വളരെ ബോറിംഗ് ആയ ഒരു 50 ടെക്നിക്കൽ ഡോക്യുമെന്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് നിമിഷങ്ങൾക്കുള്ളിൽ
തികച്ചും എൻഗേജിംഗ് ആയ ഒരു മൾട്ടിമീഡിയ ട്രെയിനിംഗ് പാക്കേജ് ഉണ്ടാക്കാൻ സാധിക്കും. 2 മണിക്കൂർ നീളുന്ന വർക്ക്ഷോപ്പ് രൂപരേഖകൾ, നിങ്ങളുടെ ഇഷ്ടമുള്ള വിഷ്വൽ സ്റ്റൈലിൽ എക്സ്പ്ലെയിനർ വീഡിയോകൾ, അല്ലെങ്കിൽ ഒരു ക്യൂട്ട് കരടി കഥാപാത്രം വിവരിക്കുന്ന സ്ലൈഡുകൾ, അതുപോലെ കറക്റ്റായി വർക്ക് ചെയ്യുന്ന ക്വിസുകൾ വരെ ഈ പഴയ ഡോക്യുമെന്റുകളിൽ നിന്ന് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ശരി, ഇനി നമുക്ക് കുറച്ച് അനാലിറ്റിക്കൽ സൈഡിലേക്ക് പോകാം. ലെവൽ 5 ഡേറ്റയും കോമ്പറ്റീറ്റീവ് അനാലിസിസും. മാർക്കറ്റിംഗ് രംഗത്തുള്ളവർക്ക് തങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ ഒറ്റനോട്ടത്തിൽ ഡീകോഡ് ചെയ്യാൻ ഇതെങ്ങനെ സഹായിക്കുമെന്ന് നോക്കാം. നിങ്ങളുടെ എതിരാളികളുടെ ഒരു 20 പ്ലാറ്റ്ഫോം ലിങ്കുകൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. വെബ്സൈറ്റുകളിൽ ചിതറിക്കിടക്കുന്ന ആ അൺസ്ട്രക്ചർഡ് ഡാറ്റയെല്ലാം കൃത്യമായി പാഴ്സ് ചെയ്ത് ടൂളിന്റെ പേര്, ടാർഗറ്റ് ഓഡിയൻസ്, വാല്യൂ പ്രൊപ്പോസിഷൻ എന്നിങ്ങനെ വ്യക്തമായ കോളങ്ങളുള്ള ഒരു ഗൂഗിൾ ഷീറ്റ് ടേബിളാക്കി ഇത് മാറ്റും. മാർക്കറ്റിലെ ഗ്യാപ്പുകൾ ഒറ്റനോട്ടത്തിൽ കണ്ടെത്താൻ ഇത് നിങ്ങളെ സഹായിക്കും. ഇവിടെ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ് ഒരു ലൂപ്പായി വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിക്കേ. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഈ പുതിയ ഗൂഗിൾ ഷീറ്റ് വീണ്ടും ഇതിലേക്ക് അപ്ലോഡ് ചെയ്താൽ ഒറ്റ ക്ലിക്കിൽ നിങ്ങളുടെ എതിരാളികളുടെ സ്ട്രാറ്റജി കാണിക്കുന്ന ഒരു കിഡിലൻ മെസ്സേജിംഗ് ലാൻഡ്സ്കേപ്പ് ഇൻഫോഗ്രാഫിക് തയ്യാറാക്കാം. അതായത് ഒരു ഫീച്ചറിന്റെ ഔട്ട്പുട്ട് അടുത്തതിനായുള്ള ഹൈലി സ്ട്രക്ചേർഡ് ഇൻപുട്ടായി മാറുന്നു എന്നർത്ഥം. അങ്ങനെ നമ്മൾ ഈ എക്സ്പ്ലെയിനറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തെത്തിയിരിക്കുകയാണ്, ദ ബോസ് ലെവൽ. നിങ്ങളുടെ ഡേറ്റയെ ജെമിനിയുമായി ഇന്റഗ്രേറ്റ് ചെയ്യുക. വെറും 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ജെമിനി വെബ് ആപ്പ് തുറന്ന് നിങ്ങളുടെ ഈ ഫയൽ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ക്യാൻവാസ് മോഡ് ഓൺ ചെയ്യുക. നിങ്ങളുടെ റിസർച്ച് ഡേറ്റ മുഴുവൻ ഉപയോഗിച്ച് പൂർണ്ണമായി പ്രവർത്തിക്കുന്ന ഒരു ലാൻഡിംഗ് പേജ് നിർമ്മിക്കാൻ നിങ്ങൾക്ക് ജെമിനിയോട് ആവശ്യപ്പെടാം. സിമ്പിൾ ആനിമേഷനുകൾ, ഫ്ലിപ്പ് ചെയ്യാവുന്ന കാർഡുകൾ, നിങ്ങളുടെ ഡേറ്റ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചാറ്റ്ബോട്ട് വിജറ്റ് വരെ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയും. വേറെ ലെവലല്ലേ? ഇതാണ് യഥാർത്ഥ പ്രൊഡക്ടിവിറ്റി സിനർജി. കൃത്യമായ വസ്തുതകൾ സൂക്ഷിക്കുന്ന നിങ്ങളുടെ സെക്കൻഡ് ബ്രെയിനായി നോട്ട്ബുക്ക് എല്ലാം മാറുമ്പോൾ ആ വിവരങ്ങൾക്ക് മനോഹരവും ഇന്ററാക്റ്റീവുമായ ഒരു രൂപം നൽകുന്ന നിങ്ങളുടെ ബിൽഡറാകുന്നു ജെമിനി. ഈ 2 ടൂളുകളെയും കണക്ട് ചെയ്ത് ഒരു ഈക്കോസിസ്റ്റമായി ഉപയോഗിക്കുന്നതാണ് ആധുനിക പ്രൊഡക്ടിവിറ്റിയുടെ ഏറ്റവും വലിയ രഹസ്യം. ചിന്തിച്ചു നോക്കൂ, ചിതറിക്കിടക്കുന്ന കുറിപ്പുകളെ നിമിഷങ്ങൾക്കുള്ളിൽ പൂർണ്ണമായി പ്രവർത്തിക്കുന്ന ഇന്ററാക്റ്റീവ് ആപ്പുകളാക്കി മാറ്റാൻ എഐക്ക് കഴിയുമെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ഒഴിവാക്കാൻ പോകുന്ന ആ മാനുവൽ ടാസ്ക് ഏതായിരിക്കും? നിങ്ങളുടെ ലാപ്ടോപ്പിലുള്ള കുറെ അലങ്കോലമായ ഫയലുകൾ എടുത്ത് ഈ 7 വർക്ക് ഫ്ലോകളിൽ ഏതെങ്കിലും ഒന്നൊന്ന് ട്രൈ ചെയ്തു നോക്കൂ. എത്രത്തോളം സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയുമെന്ന് നേരിട്ട് കാണാം. ഈ എക്സ്പ്ലെയിനർ കണ്ടതിന് നന്ദി. ഇത് നിങ്ങളുടെ വർക്ക് ലൈഫിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. താങ്ക് യു.